ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. അതായത് എക്സാമിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്, അല്ല 2023 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്, അല്ലെങ്കിൽ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ആദ്യം വന്നിട്ടുള്ള രാജ്യം ഏതാണ്? അപ്പൊ ഇതേപോലെ ഇൻഡെക്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പറ്റുന്ന രീതിയിൽ ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. നമ്പേഴ്സ് ഒക്കെ ആയതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എത്രയാ? 2023 2023 126 എത്രയാണ്? 126. ഓക്കെ, 2023 126. ഞാൻ ഓർത്ത് വെച്ചേക്കുന്നുണ്ടല്ലോ, ഈ 126 എന്ന് പറയുമ്പോൾ 12ന്റെ പകുതിയാണ് 6 അല്ലെ? 12ന്റെ പകുതിയാണ് 6. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സന്തോഷമായി ആലോചിക്കാം. നമുക്ക് നല്ല ഹാപ്പി ആയി, കറക്റ്റ് പകുതിയായിട്ടൊക്കെ നമുക്ക് കിട്ടിയല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ല ഹാപ്പി ആയി എന്ന് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ 23 അല്ലെ? 2023 126. അപ്പൊ 2 × 3 6 അല്ലെ? അപ്പൊ അങ്ങനെയും വേണമെങ്കിൽ ആലോചിക്കാം. 2023 126. 2022 136 കേട്ടോ. 2022 136. ഓക്കെ, അപ്പൊ ഇതിനേക്കാളും ഒരു 10 കൂടുതലായിരുന്നു എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, 2023 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 126, 12ന്റെ പകുതി 6. അതുകൊണ്ട് നമ്മൾ നല്ല ഹാപ്പി ആയി ഓർക്കുക. ഇനി ആദ്യം വന്നിട്ടുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡ്. ഓക്കെ, അത് ആലോചിക്കാനായിട്ട് നമ്മൾ ഹാപ്പി ആയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഐ ആം ഫൈൻ എന്ന് പറയും അല്ലെ? അങ്ങനെ ഫൈൻ, ഫിൻലാൻഡ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പൊ ആദ്യം വന്നിട്ടുള്ള രാജ്യം ആരാണ്? ഫിൻലാൻഡ് ആണ്. സെറ്റ് ആണല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ലിംഗ സമത്വ സൂചിക, അതായത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ പൊസിഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിലെ 2023 ഇന്ത്യയുടെ പൊസിഷൻ 126 അതിനേക്കാളും ഒരെണ്ണം കൂടുതലാണെന്ന് ഓർക്കുക കേട്ടോ. 127 ലിംഗസമത്വ സൂചിക അല്ലെങ്കിൽ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ പൊസിഷൻ. ഒരുമിച്ച് പഠിക്കാം, ക്ലബ് ചെയ്ത് പഠിക്കാം. ഇത് 126 ആണെങ്കിൽ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 127. അതിലെ ഫസ്റ്റ് വന്നിട്ടുള്ള രാജ്യം ഐസ്ലാൻഡ് ആണ്. ഓക്കെ, ഐസ്ലാൻഡ് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ആണ്. അപ്പൊ ജെൻഡർ തമ്മിൽ ഗ്യാപ്പ് ഒന്നും ഇല്ല. ഐസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം കേട്ടോ. ജെൻഡർ തമ്മിൽ ഗ്യാപ്പ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കയറാം. അടുത്തത് UN മാനവ വികസന സൂചിക 2022 റിപ്പോർട്ട് അനുസരിച്ചിട്ട്, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കേട്ടോ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഓക്കെ, 2022 2022 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 132. എത്രയാണ്? 132. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലാണ്. ഈ ഹ്യൂമൻ ഒക്കെ നമ്മളൊക്കെ ഡെവലപ്മെന്റ് നടത്തുമ്പോൾ, അതായത് നമ്മളൊക്കെ വലുതായി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും 32 പല്ലുണ്ടാവും ഓർക്കുക കേട്ടോ. അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഈ 32 പല്ലും ഫുൾ ആയിട്ട് വരണേ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. 132 ഇന്ത്യയുടെ പൊസിഷൻ. എത്രയാണ്? 132. ഫസ്റ്റ് വന്നിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡ് ആണ്. ഓക്കെ, ഫസ്റ്റ് വന്നിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡ്. അപ്പൊ നമുക്ക് ഹ്യൂമൻ ഒക്കെ ഡെവലപ്മെന്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോ സ്വിഫ്റ്റ് കാറൊക്കെ വാങ്ങുന്ന ഓർക്കുക കേട്ടോ. സ്വിഫ്റ്റ് എന്നുള്ള രീതിയിൽ സ്വിറ്റ്സർലാൻഡ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോ 2022 കേസാണ്. ഇന്ത്യയുടെ സ്ഥാനം 132. ആദ്യം വന്നിട്ടുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡ്. അതേപോലെ തന്നെ സുസ്ഥിര വികസന സൂചിക. ഇത് നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് കേട്ടോ. 32 പല്ല്. ഇത് സുസ്ഥിര വികസന സൂചിക, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 121 കേട്ടോ. 121. ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് വീണ്ടും ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഈ 11ന്റെ സ്ക്വയർ ആണ് 121 എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ഒരു ഡെവലപ്മെന്റ് വന്നു എന്ന് ഓർക്കാം. 11ന്റെ സ്ക്വയർ ആണല്ലോ. അപ്പൊ ഇവിടെ ഒരു ഡെവലപ്മെന്റ് വന്നു 121 എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. മറ്റത് എന്തായിരുന്നു? മറ്റത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. അതാണ് ഞാൻ പല്ല് വെച്ച് പറഞ്ഞ 32 പല്ല് കേട്ടോ. ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. അതില് 11ന്റെ സ്ക്വയർ 121. ഒരു ഡെവലപ്മെന്റ് വന്നു അല്ലെ? 11 മാറിയിട്ട് 121 ഡെവലപ്മെന്റ് വന്നു എന്നുള്ള രീതിയിൽ ഓർക്കുക. ആദ്യം വന്നിട്ടുള്ള രാജ്യം ഫിൻലാൻഡ് ആണെന്നുള്ളത് ഓർത്ത് വെക്കണേ. ആദ്യം വന്നിട്ടുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. ഇനി ആഗോള വിശപ്പ് സൂചിക
2022 ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 107 കേട്ടോ. 107 സ്ഥാനമാണ്. ആഗോള വിശപ്പ് സൂചിക ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 107 സ്ഥാനമാണ്. ഓക്കെ, കണക്ട് ചെയ്യാനായിട്ട് ഒരാഴ്ചയിലെ 7 ദിവസം നമുക്ക് വിശപ്പിന്റെ രോഗം ഉണ്ടെന്ന് ഓർക്കുക കേട്ടോ. ഒരാഴ്ചയിലെ 7 ദിവസവും നമുക്ക് വിശപ്പുണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 107 ആണെന്ന് ഓർക്കണം. ഒരു പൂജ്യം കൂടെ ഉണ്ട്. 107 ആണ് ആഗോള വിശപ്പ് സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 107 എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ ഫുഡൊക്കെ നമ്മൾ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബലം ഉണ്ടാവുന്ന ഓർക്കുക. ആദ്യം വന്നിട്ടുള്ള രാജ്യം ബെലാറസ് ആണ്. ഓക്കെ, ബലം ഉണ്ടാവുന്ന ഓർക്കുക. ബെലാറസ് ആണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് വേഗം റിവൈസ് ചെയ്തിട്ട് അടുത്ത് നോക്കാം. നമ്പേഴ്സ് അല്ല, അപ്പൊ ഓർമ്മയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ലോക സന്തോഷ സൂചിക വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിലെ എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിയേ. ഹാപ്പിനെസ് എന്താ 12ന്റെ പകുതി 6 വന്നപ്പോ നമുക്ക് നല്ല ഹാപ്പി ആയിന്ന് ഓർക്കാൻ പറഞ്ഞു. അതിനേക്കാളും 10 കൂടുതലായിരുന്നു 2022. പിന്നെ ലിംഗ സമത്വ സൂചിക ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് അതിലെന്തായിരുന്നു? ഇതിനേക്കാളും ഒരു 10 കൂടി അല്ലെ. ഇത് 126 ആണെങ്കിൽ ഇത് 127 ആയി. പിന്നെ നമ്മൾ പറഞ്ഞത് UN മാനവ വികസന സൂചിക, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് വന്നു കഴിയുമ്പോൾ 32 വല്ലും വന്നു എന്ന് ഓർക്കുക. 132 ആണ്. ഫസ്റ്റ് വന്നിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡ് ആണ്. ഓക്കെ, നമ്മുടെ സ്വിഫ്റ്റ് കാർ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുമ്പോൾ സ്വിഫ്റ്റ് കാറൊക്കെ നമ്മൾ വാങ്ങിച്ചു എന്ന് ഓർക്കുക. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതായത് സുസ്ഥിര വികസന സൂചിക 2022 ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഒരു ഡെവലപ്മെന്റ് വന്നു. 11 മാറിയിട്ട് 121 ആയെന്ന് ഓർക്കുക. 121 ആണ് ഇന്ത്യയുടെ സ്ഥാനം. ആദ്യം വന്നിട്ടുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. പിന്നെ ആഗോള വിശപ്പ് സൂചിക. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 107 ആണ്. 2022 107 ആണ്. ഒരാഴ്ചയിലെ 7 ദിവസം നമുക്ക് വിശപ്പിന്റെ അസുഖം ഉണ്ടെന്ന് ഓർക്കുക. അപ്പൊ 107. ആദ്യം വന്നിട്ടുള്ള രാജ്യം ബെലാറസ് ആണ്. ബലവാനാവും എന്നൊക്കെ ഓർക്കുക കേട്ടോ. അടുത്ത് നോക്കാം, ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? ഇന്ത്യയുടെ സ്ഥാനം 40 ആണ് കേട്ടോ. അപ്പൊ ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നോവ കാർ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇന്നോവ കാറില്ലേ, ഇന്നോവ കാറിന് 4 ടയർ ഉണ്ട് അല്ലെ. 4 ടയറുണ്ട്. പിന്നെ ഒരു ടയർ പോലെ ഒരു സ്റ്റെപ്പിനി ഉണ്ട് അല്ലെ. ഒരു സ്റ്റെപ്പിനി ഉണ്ട്. അങ്ങനെ നമുക്ക് 40 ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 40. ആദ്യത്തെ സ്ഥാനം ആരാ? ആദ്യത്തെ സ്ഥാനം സ്വിറ്റ്സർലാൻഡ് ആണ് അല്ലെ. സ്വിറ്റ്സർലാൻഡ് ആണ്. അപ്പൊ സ്വിഫ്റ്റ് കാർ എന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇന്നോവ പോലെ സ്വിഫ്റ്റ് കാർ എന്നുള്ള രീതിയിൽ സ്വിറ്റ്സർലാൻഡ്. ആദ്യം വന്നിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡ്. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അടുത്ത് നോക്കാം, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 80 ആണ് കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 80 ആണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിലെ 2023 ഇന്ത്യയുടെ സ്ഥാനം 80. അപ്പോ ജസ്റ്റ് ഓർക്കുക, ഈ പാസ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പാസ് ആവണ കാര്യം ആലോചിക്കുക കേട്ടോ. പാസ് ആവുന്നത് എക്സാമിനൊക്കെ നമ്മൾ പാസ് ആവില്ലേ. അപ്പൊ പാസ് ആയില്ലെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടുന്ന ഓർക്കുക. ഓക്കെ, അപ്പൊ 8ഉം 0 ആണെന്ന് ഓർക്കുക കേട്ടോ. 80 ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ആദ്യം വന്നിട്ടുള്ളത് സിംഗപ്പൂരാണ്. ഓക്കെ, ആദ്യം വന്നിട്ടുള്ളത് 1ാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂരാണ്. കഴിഞ്ഞ വർഷം 87 ആയിരുന്നു. ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് ജപ്പാനാണ്. ഓക്കെ, ജപ്പാൻ. അത് നമ്മൾ പറഞ്ഞിരുന്നു പാൻ കാർഡും പാസ്പോർട്ടും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് കിട്ടിയോ? ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 80 എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം. അടുത്ത് നോക്കാം, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 42 ആണ് കേട്ടോ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ്. അപ്പോ നല്ല ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ അറിയാം അല്ലെ. 4ന്റെ പകുതി 2 ആണെന്ന് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് ഓർത്തു വെക്കുക. ഫസ്റ്റ് പൊസിഷനിൽ വന്നിട്ടുള്ളത് USA ആണ് കേട്ടോ. ഫസ്റ്റ് പൊസിഷനിൽ വന്നിട്ടുള്ളത് USA. അപ്പൊ ഇത് ഫുള്ള് ഇങ്ങനെ കോഡായിട്ട് പഠിക്കാണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠിക്കുക. എന്നിട്ട് ഈ കോഡ് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തത് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ആണ്. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 67 ആണ് കേട്ടോ. എത്രയാണ്? 67. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ആണ്. അപ്പൊ നമുക്ക് നല്ല എനർജി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചില ആൾക്കാർ എന്ത് ചെയ്യും? 6ൽ പോകുന്ന ആലോചിക്കുക. 6 എന്ന് പറഞ്ഞാൽ നമ്മുടെ പുഴ 6 എന്നൊക്കെ പറയില്ലേ. അങ്ങനെ 6ൽ പോയി കഴിഞ്ഞ് അവസാനം 7 നടത്തേണ്ടി വരും എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ 67 ആണ് എനർജി ട്രാൻസിഷൻ. എനർജി ഒക്കെ കൂടി കഴിയുമ്പോൾ ചില ആൾക്കാർ 6ൽ പോവും, അവസാനം 7 നടത്തേണ്ടി വരും എന്നുള്ള രീതിയിൽ വെറുതെ കണക്ട് ചെയ്യാനാണ് നമുക്ക് മാർക്ക് കിട്ടുക. അത്രേ ഉള്ളൂ. അപ്പൊ 67 എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. അതേപോലെ തന്നെ ആദ്യം വന്നിട്ടുള്ള രാജ്യം സ്വീഡൻ ആണ് കേട്ടോ. സ്വീഡൻ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്വീഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട് അല്ലെ. നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുന്നത് നമ്മുടെ വീട്ടിലാണെന്ന് ഓർക്കുക. സ്വീഡൻ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്തത്
വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 161 കേട്ടോ. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 161. നമുക്ക് വേണമെങ്കിൽ ഈ പ്രസ് ഫ്രീഡം എന്നൊക്കെ പറയുമ്പോൾ പ്രസ് അല്ലെ, നമ്മുടെ ന്യൂസ് പേപ്പർ ഒക്കെ ആലോചിക്കാം. അപ്പൊ ന്യൂസ് പേപ്പർ ഒക്കെ മിക്കവാറും ഒരു 6 മണി സമയത്തൊക്കെയാണ് വീട്ടിലെത്തണേന്ന് ആലോചിക്കാം. അല്ലെങ്കിൽ ചൂട് ആറുന്നേക്കാളും മുമ്പ്, ആറ് നമ്മൾ പറയില്ലേ, ചൂട് ആറ് അല്ലെ, ചൂട് ആറിനേക്കാളും മുമ്പ് നമ്മൾ പേപ്പർ ഒക്കെ വായിക്കണം എന്ന് ഓർക്കുക. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ആറുമായിട്ട് കണക്ട് ചെയ്യാം. എന്തായാലും ഓർത്ത് വെച്ചേക്കാം 161 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം. ഓക്കെ, അതേപോലെ തന്നെ ആദ്യം വന്നിട്ടുള്ളത് നോർവേ ആണ് അല്ലെ, നോർവേ ആണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ പേപ്പർ ഒക്കെ ഒരു വഴി കൂടെയാണ് അല്ലെ, സൈക്കിളിലൊക്കെ അല്ല ഒരു വഴി കൂടെയൊക്കെയാണ് വരണേന്ന് ഓർക്കുക. നോർവേ, നോർവേ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിലെ നമ്മുടെ ഇന്നോവയിലെ എത്രയാ ഇന്ത്യയുടെ സ്ഥാനം 40 അല്ലെ, 4 ടയറും ഉണ്ട്, ഒരു സ്റ്റെപ്പിനി ഉണ്ടെന്ന് ഓർക്കുക. ആദ്യം വന്നിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡ്. എൻലി പാസ്പോർട്ട് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? ഇന്ത്യയുടെ സ്ഥാനം 80 പാസ്സായില്ലെങ്കിൽ 8ന്റെ പണി കിട്ടുന്ന ഓർക്കുക, 80 കേട്ടോ. നമുക്ക് 0 മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടുന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്തോളൂ. ഓക്കെ, ആദ്യം വന്നിട്ടുള്ളത് സിംഗപ്പൂർ ആണ്. 2022 ഇന്ത്യയുടെ പൊസിഷൻ 87 ആയിരുന്നു. ഫസ്റ്റ് ജപ്പാൻ, പാനും പാസ്പോർട്ടും കേട്ടോ. പിന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നമുക്കറിയാം. ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 4ന്റെ പകുതി 2 ആണെന്ന് അല്ലെ. അപ്പൊ 42. ആദ്യം വന്നിട്ടുള്ളത് USA, അത് പഠിച്ചു വെക്കണേ, USA ആണ്. പിന്നെ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്, എനർജി ട്രാൻസിഷൻ നടക്കുകയാണ് അല്ലെ. അപ്പോ എനർജി ഒക്കെ നന്നായിട്ട് കൂടുതലാണെങ്കിൽ 6ൽ പോകുന്ന ഓർക്കുക, പുഴ 6. ഓക്കെ, എന്നിട്ട് അവസാനം 7 നടത്തേണ്ടി വരും എന്ന് ഓർക്കുക, 67 എന്നുള്ള രീതിയിൽ ഓർക്കുക. അതേപോലെ തന്നെ സ്വീഡൻ ആണ് കേട്ടോ. ആദ്യത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് സ്വീഡൻ ആണ്. നമ്മുടെ വീട്ടിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി കിട്ടണേ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. പിന്നെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 161. 6 മണിക്ക് പത്രം വരുന്ന ഓർക്കുക, അല്ലെങ്കിൽ ചൂട് ആറാതെ തന്നെ പത്രം വായിക്കണം എന്ന് ഓർക്കുക. അപ്പൊ ഒരു 6 വരുന്നുണ്ട് 2 കേസിലും കേട്ടോ. അതേപോലെ തന്നെ വഴി കൂടെയാണ് ഈ പത്രമൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ വഴി വേ ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക. നോർവേ എന്നുള്ളത് ഓർക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള അവസാനത്തെ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റുകളാണ്. ഗ്ലോബൽ മിലിറ്ററി എക്സ്പെൻഡിച്ചർ 2023 ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ് കേട്ടോ. ഗ്ലോബൽ മിലിറ്ററി എക്സ്പെൻഡിച്ചർ 2023 ഇന്ത്യയുടെ സ്ഥാനം 4. അപ്പൊ ടോപ്പ് 3 എന്ന് പറയുന്നത് അമേരിക്ക, ചൈന, റഷ്യ ആണ്. അമേരിക്ക, ചൈന, റഷ്യ. പിന്നെയാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇനി വേൾഡ്സ് മോസ്റ്റ് പോപ്പുലസ് നേഷൻ, ഓക്കെ, ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നേഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നേഷൻ അല്ലെങ്കിൽ പോപ്പുലസ് ആയിട്ടുള്ള നേഷൻ ചോദിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയാണ്. 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം USA. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അതിന് പ്രത്യേകിച്ച് കൂടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള നമ്മുടെ ഇന്ത്യയിലാണെന്ന് ഓർക്കുക. പിന്നെ എൻവയോൺമെന്റ് പെർഫോമൻസ് ഇൻഡെക്സ്, അതിലെ ഇന്ത്യയുടെ സ്ഥാനം 180 കേട്ടോ, 180. ഓക്കെ, അപ്പൊ തൽക്കാലം നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യം, ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതെല്ലാം റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, പഠിക്കുന്നതെല്ലാം ഓക്കെ ആണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോഴാണ് നമുക്കൊരു എനർജി ഒക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്.